അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ഏതാനും ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഇറാനും ഇസ്രയേലും മറ്റ് ഇറാനിയൻ പ്രോ വിഭാഗങ്ങളും ഒക്കെയായിട്ട് വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ സൈൻ ചെയ്തത്. അവരോടൊപ്പം ഇറാനും മറ്റ് പ്രോ വിഭാഗങ്ങളും എല്ലാം സൈൻ ചെയ്തിരുന്നു. ഈ വെടിനിർത്തൽ കരാർ നിരന്തരമായി ഇസ്രയേൽ ലംഘിക്കുകയുണ്ടായി. നിരവധി തവണ കരാർ വന്നതിന് ശേഷം ഇറാനിലേക്ക് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ഇവർ പ്രകോപനം അഴിച്ചുവിട്ടിരുന്നു. ഇറാനെ പ്രകോപിപ്പിക്കുക, ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് ലബനോണിലേക്ക് മിസൈൽ അയക്കുക, ഇതാണ് നിരന്തരം അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇറാൻ അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞു. ഈ രീതിയിൽ പോയാൽ ഈ വെടിനിർത്തൽ കരാർ വലിച്ചെറിയേണ്ടി വരും എന്ന് ഇറാന്റെ അന്ത്യശാസനം വന്നിരിക്കുന്നു. ഹിസ്ബുള്ള ഇസ്രയേലിന് താക്കീത് നൽകിയിരിക്കുന്നു. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങും, ശേഷം ശക്തമായി തിരിച്ചടി ഇസ്രയേൽ ഞങ്ങൾ തരികയും ചെയ്യും. അങ്ങനെ വെടിനിർത്തൽ കരാർ ഏത് നിമിഷവും അസാധുവാകാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു വിശേഷണങ്ങളിലേക്കാണ് ഈ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം. വിശദമായ പരിശോധനയിലേക്ക് നമുക്ക് കടക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്നാണ് ലോകത്തിന് മനസ്സിലാകുന്നത്. മേൽപ്പറഞ്ഞ സംഭവങ്ങൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ശേഷം ഇറാന്റെ പ്രവർത്തനങ്ങളും ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടിട്ട് ലോകം ഒരു കൂട്ടയടി ആ രീതിയിലേക്ക് പോകാൻ സാധ്യതയുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹിസ്ബുള്ളയും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളുമെല്ലാം രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഡു ഓർ ഡൈ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതാണ്ട് ലോകാവസാനത്തിന്റെ തുടക്കമാണ്, ആരംഭമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ഇപ്പോൾ നടത്തുന്ന രഹസ്യ ചർച്ചകൾ ആ രീതിയിലേക്കാണ് പോകുന്നത്. അവർ നടത്തുന്ന ചർച്ചകൾ പുറത്ത് ലീക്കായി വരുന്നത് അമേരിക്ക എന്ന ഒരൊറ്റ രാജ്യം, ആ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയാൽ ലോകത്തെമ്പാടുമുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അതോടൊപ്പം തന്നെ അവരെ തുടച്ചു നീക്കിയാലും അവരുടെ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള മറ്റ് 2-3 രാജ്യങ്ങളുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ തന്നെ തുർക്കി. ഇത്തരം രാജ്യങ്ങളെയും കൂടി തുടച്ചു നീക്കി കഴിഞ്ഞാൽ ലോകത്ത് സമാധാനമായി എന്നാണ് അവർ അടക്കം പറയുന്നത്. ഈ അടക്കം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. അവർ അടക്കം പറയുമ്പോൾ ഈ ഇറാനും പ്രോ വിഭാഗങ്ങളും അടക്കം പറയുമ്പോൾ അവരെ തുടച്ചു നീക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചില പ്രവൃത്തികൾ ഇറാന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ അവരുടെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ പുറത്തെടുത്തിരിക്കുന്നു. ഈ മിസൈലിൽ അവരുടെ ഉന്നത ആണവ ശാസ്ത്രജ്ഞന്മാർ വിദഗ്ധമായ പരിശോധനകൾ നടത്തുന്നു. ആണവായുധങ്ങൾ ഈ മിസൈൽ ഘടിപ്പിക്കാനാണ് ഉദ്ദേശ്യം എന്നാണ് എനിക്ക് തോന്നിയത്. ഏതാണ്ട് അത് തന്നെയാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇനി ഏത് നിമിഷവും ഒരു പ്രശ്നമുണ്ടായാൽ ഈ ഭൂഖണ്ഡാന്തര മിസൈൽ ഉപയോഗിച്ച് അമേരിക്കക്കകത്ത് ആണവായുധം എത്തിക്കുക, അതുപോലെ തന്നെ അവരുടെ ശിങ്കിടികളായ ബ്രിട്ടനെയും ഫ്രാൻസിനെയും ജർമ്മനിയെയും തുർക്കിയെയും ഈ ട്രാപ്പിൽ കൊണ്ടുവരിക, കുടുക്കുക, ആണവ ട്രാപ്പിൽ. അതാണ് ഇറാനും ഇറാന്റെ പ്രോ വിഭാഗങ്ങളും കൂടി ആലോചിക്കുന്നത് എന്നാണ് അവരുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ ഏതാണ്ട് അവസാനത്തിന്റെ ആരംഭം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറാൻ അവരുടെ 60ഓളം വരുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകളിൽ ആണവായുധം ഘടിപ്പിക്കുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. ആണവായുധം മിസൈലിൽ ഘടിപ്പിക്കുന്നത് ഏതാണ്ട് ആക്രമണം അടുത്തു നിൽക്കുന്ന
ഏത് നിമിഷവും ആക്രമിക്കാം എന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് മിസൈലിൽ ആണവായുധം ഘടിപ്പിക്കുക. അപ്പോൾ ആണവായുധം അവർ മിസൈലിൽ ഘടിപ്പിക്കുന്നു. 60ഓളം മിസൈലുകളിൽ, അതും ഭൂഖണ്ഡാന്തര മിസൈലുകളിൽ ഘടിപ്പിക്കുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്കയെ മാത്രമല്ല, അമേരിക്കയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും ജർമ്മനിയെയും തുർക്കിയെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എന്താണോ അറിഞ്ഞത് അതാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ അവരുടെ ആണവ വിദഗ്ധർ ഈ ഭൂഖണ്ഡാന്തര മിസൈൽ പ്രവർത്തന സജ്ജമാക്കുന്ന പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ വിദഗ്ധ പരിശോധനകൾ നടത്തുന്നു. എന്തിനാണ് ഇപ്പോൾ ഇത്ര വിദഗ്ധ പരിശോധനകൾ നടത്തുന്നത്? എല്ലാം അണിയറയിൽ സജ്ജമാക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്രധാനമായും അമേരിക്കയെ ലക്ഷ്യം വെക്കുക, അമേരിക്കയെ തകർത്തെറിയുക. അമേരിക്കയെ തകർത്തെറിഞ്ഞാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, തുർക്കി ഇവരെല്ലാം പെട്ടെന്ന് രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമേരിക്കയോടൊപ്പം തന്നെ ഒറ്റയടിക്ക് അവരുടെ വിഭാഗങ്ങൾ, തുർക്കി അടക്കമുള്ള, അപ്പൊ തുർക്കിയുടെ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ ചിലർക്കൊരു സംശയം തോന്നിയേക്കാം. തുർക്കി ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിലെ ഒരു മുസ്ലിം രാഷ്ട്രമല്ലേ? അവർ ഇറാനെയും ഗസയെയും ഫലസ്തീനെയും അവിടുത്തെ ജനങ്ങളെയും കുഞ്ഞുമക്കളെയും എല്ലാം കൊന്നൊടുക്കാൻ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായ തുർക്കി തയ്യാറാകുമോ എന്ന് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ നാറ്റോ, ആ നാറ്റോയ്ക്ക് ഒരു സൈനിക സഖ്യമുണ്ട്. അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു സൈനിക സഖ്യം. ആ സഖ്യത്തിലെ പ്രധാന കക്ഷിയാണ് തുർക്കി. തുർക്കിയാണ് ആ സൈനിക സഖ്യത്തിന്റെ ഹെഡ്. തുർക്കി മുസ്ലിം രാഷ്ട്രമാണ്, അതോടൊപ്പം തന്നെ ഒരു യൂറോപ്യൻ രാഷ്ട്രമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. തുർക്കിയാണ് നാറ്റോയുടെ നിയന്ത്രണം കൈയാളുന്നത്. അതുകൊണ്ട് തന്നെ തുർക്കി ഇതിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇറാൻ തുർക്കിയെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും ഒറ്റടിക്ക് തീർക്കുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം എന്നാണ് ലീക്കായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, സ്ഥിരീകരിക്കാത്ത വാർത്തകൾ. അതിനാണ് അവർ ആണവായുധം പരിശോധിക്കുന്നതും ആണവ മിസൈലുകൾ ഘടിപ്പിക്കാൻ പറ്റിയ ഭൂഖണ്ഡാന്തര മിസൈലുകൾ, മിനുക്കുപണികൾ ഒക്കെ നടത്തുന്നത് അതിനാണ് എന്നാണ് ഏറെക്കുറെ തലയിൽ ആൾതാമസമുള്ളവർ ചിന്തിക്കുന്നത്. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം തന്നെ ആയുധ കച്ചവടമാണ്. ആയുധ കച്ചവടം നടന്നാൽ മാത്രമാണ് അവരുടെ പോക്കറ്റുകളിൽ പണം വന്ന് കയറുകയുള്ളൂ. അപ്പോൾ പ്രധാന ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ സമ്പന്ന രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. ഇന്ന് ലോകത്തിന്റെ ബഹുഭൂരിപക്ഷം സമ്പത്തും കയ്യിലിരിക്കുന്ന രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളാണ്, മുസ്ലിം രാഷ്ട്രങ്ങളാണ്. മുസ്ലിം രാഷ്ട്രങ്ങളുടെ കയ്യിലാണ് ലോകത്തിന്റെ നല്ലൊരു ശതമാനം സമ്പത്തും. പെട്രോളിയമായാലും സ്വർണമായാലും ഈ അറബ് രാജ്യങ്ങളാണ് ഈ സ്വർണം വിളയുന്ന നാടുകൾ. പെട്രോൾ, അതായത് ക്രൂഡ് ഓയിൽ ആവശ്യം പോലെ, ആവശ്യത്തിൽ കൂടുതൽ ലഭ്യമാകുന്ന രാഷ്ട്രങ്ങളാണ് അറബ് നാടുകൾ. അപ്പോൾ അറബ് നാടുകളിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് അമേരിക്കയുടെ ആയുധ കച്ചവടം നല്ല മുറയ്ക്ക്, നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ നിരന്തരം ഇവർ പ്രശ്നമുണ്ടാക്കുന്നത്. അവിടുത്തെ സമ്പത്ത് അത് കൊള്ളയടിക്കുക, സാമ്പത്തിക അധിനിവേശം അവിടെ നടത്തുക. അവർക്ക് നല്ല നല്ല ആയുധങ്ങൾ ഇല്ലെങ്കിൽ ഭാവിയിൽ ഞങ്ങളെ മറ്റുള്ളവർ ആക്രമിക്കും, കീഴ്പ്പെടുത്തും എന്നൊക്കെയുള്ള മെസ്സേജ് കൊടുക്കുക. അതിലൂടെ ആയുധ കച്ചവടം വർദ്ധിപ്പിച്ച് സാമ്പത്തിക നേട്ടം കൊയ്യുക. ഇതൊക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യവും താല്പര്യവും. എന്നാൽ ഇനി അങ്ങനെ അമേരിക്കയെ കയറൂരി വിടാൻ, ഖദ്ദാഫിയെ കൊന്നതുപോലെ, സദ്ദാം ഹുസൈനെ കൊന്നതുപോലെ, ഇദി അമീൻ എന്ന ഉഗാണ്ടയുടെ മുൻ പ്രസിഡന്റിനെ തേജോവധം ചെയ്തതുപോലെ 100% നല്ല മാന്യനായ വ്യക്തിയായിരുന്നു ഇദിയമീൻ. ഇദിയമീനെ മനുഷ്യനെ തിന്നുന്ന നരഭോജിയാണെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും അവരുടെ ആഗോള മാധ്യമങ്ങളും പ്രചാരണം കൊടുത്തു. ഇന്നും ആഗോള ജനത വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു ഭീകരനായ ദുഷ്ടനെ കുറിച്ച് പറയുമ്പോൾ
ഇദിയമീനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്. ഇന്നലെ നമ്മുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ആരോടോ എന്തോ വിഷയമുണ്ടായപ്പോൾ ദുഷ്ടത പ്രകടിപ്പിക്കാൻ വേണ്ടി സുരേന്ദ്രൻ ഉച്ചരിച്ചത് ഇദിയമീനെയാണ്. ഇദിയമീന്റെ പേരാണ് അവിടെ ഉച്ചരിച്ചത്. ഇദിയമീനെ വൃത്തിയില്ലാത്തവൻ, മോശപ്പെട്ടവൻ, ഭീകരൻ, നരഭോജി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ ഒരു കാരണവും കൂടിയുണ്ട്. നല്ലൊരു ശതമാനം ക്രൈസ്തവർ അടങ്ങുന്ന ഉഗാണ്ട എന്ന രാജ്യത്ത് അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത ആളാണ്, ജനാധിപത്യ രീതിയിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇദിയമീനെ ആഗോളതലത്തിൽ അമേരിക്കയും അവരുടെ കൂട്ടാളികളും അവരുടെ പ്രോ വിഭാഗങ്ങളും കൂടിയിട്ട് മോശക്കാരനായി ചിത്രീകരിക്കുന്നു. സദ്ദാം ഹുസൈനെ ചിത്രീകരിച്ചത് അങ്ങനെയല്ലേ? കേണൽ മുഅമ്മർ ഗദ്ദാഫിയെ ചിത്രീകരിച്ചത് അങ്ങനെയല്ലേ? അമേരിക്കയെ അനുസരിക്കാത്തവരെല്ലാം ഇദിയമീന്മാരാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഏതായാലും ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത്. ചിലരൊക്കെ ധരിക്കുന്നുണ്ടാകാം, മിഡിൽ ഈസ്റ്റിലല്ലേ, അറേബ്യൻ നാടുകളിലല്ലേ, നമുക്കെന്താണ്, അത് മതി, അവിടെ നടന്നാൽ മതി, അതിൻ്റെ അലയടികൾ നമുക്കും കിട്ടും. കടലിൽ ഒരു തിര രൂപപ്പെട്ടാൽ ആ തിര ഒരുപക്ഷെ ആ കടലുമായി ബന്ധിക്കുന്ന മറ്റ് എല്ലാ പ്രദേശങ്ങളിലേക്കും ആ തിരയുടെ അലയടികൾ ചെല്ലും എന്ന് പറഞ്ഞതുപോലെയാണ്. അവിടെ നടന്നാലും നമുക്ക് കിട്ടും, അവിടെ പ്രശ്നമുണ്ടായാലും നമ്മുടെ നാട് പട്ടിണിയാവും. ഇതാണ് ആഗോളതലത്തിലുള്ള സാമ്പത്തികമായി ബന്ധപ്പെട്ട അവസ്ഥ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് പ്രധാന കണ്ടന്റുകൾ. അടുത്ത കണ്ടന്റ് വരുമ്പോൾ കൃത്യസമയം ഞാൻ നിങ്ങളെ അറിയിക്കും. അതുവരേക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സലാം.